ഇങ്ങോട്ട് നോക്കി. അതെ, നമ്മുടെ മെസ്സി കേരളത്തിൽ ഒക്ടോബറിൽ വരുമെന്നൊരു മന്ത്രി പറഞ്ഞിരുന്നു. ഇപ്പം മെസ്സി പറ്റിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മെസ്സി പറ്റിച്ചാണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം അർജൻറ്റീന ഫുട്ബോൾ ഫെഡറേഷൻ്റെ തലയിലാണെന്നൊരു മന്ത്രി പറഞ്ഞ് ഈസി ആയിട്ട് കൈ കഴിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറയണത് പൈസ മേടിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് പറയണത്. ആരാണ് പൈസ കൊടുത്തത്, എന്താണ് പൈസ കൊടുത്തത്, ഇതൊന്നും ആർക്കും അറിയില്ല. ആർക്കാണെന്നോ അവരെന്താ പറഞ്ഞതെന്നോ ഏത് ഭാഷയിലാണ് ഇവർ സംസാരിച്ചതെന്ന് പോലും അറിയില്ല. ഏതായാലും കാശ് പോയതായിട്ടാണ് ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എനിക്കറിയില്ല, ഞാൻ പൈസ കൊടുത്ത് പുള്ളി വരില്ല എന്ന് പറയുന്നു. എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത് ഞാൻ പറയാനുള്ളത്, ഇത്രയും പൈസ എത്ര പൈസ കൊടുത്തതെന്നും എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ പറയുന്ന കേട്ടു, മന്ത്രി തന്നെ പറഞ്ഞാണ്. അപ്പം ഈ ഫുട്ബോൾ ആരാധകരെ സന്തോഷിപ്പിച്ചിട്ട് ഈ പൈസയെ കൊടുത്തിട്ട് ഇപ്പോൾ വരില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമുണ്ട്? അപ്പോൾ ആ പൈസയുടെ കണക്കും കാര്യങ്ങളും, അല്ലെങ്കിൽ ആ പൈസ എങ്ങനെ തിരിച്ച് കിട്ടുമോ? ഇവിടെ വേറൊരു ഇവിടുത്തെ നാട്ടിലൊരു സംഭവം നടന്നെങ്കിൽ അവനെ പിടിച്ച് അകത്തിടാനും അതിനെതിരെ മുദ്രാവാക്യം വിളിക്കാനും കോലം കത്തിക്കാനും ഇതൊന്നും ഞാൻ കണ്ടില്ല. അത് വേറൊന്നല്ല, ഏതായാലും 1000 2000 കൊടുത്ത് വരുന്ന ആളല്ലല്ലോ മെസ്സി. ഒരുപാട് പൈസ കൊടുത്തിട്ടുണ്ടാവും. ആ പൈസ പോയിന്ന് തന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത്. തുടർ ചർച്ചകളോ ഒന്നും ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ പറഞ്ഞു പോയി. എന്താണെന്നോ ഏതാണെന്നോ. ഇനി മെസ്സി ഈ കൊല്ലം കളിച്ചില്ലെങ്കിൽ ഇനി വരികയും വേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ഉത്തരവാദിത്വം ഇല്ല, ഒരു ബോർഡർ ഇല്ല, അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻ ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ കാണിക്കുക, എന്നിട്ട് അവസാനം കൈ മലർത്തുക. ഇതൊക്കെ ഒരു നല്ല കാര്യം തന്നെയല്ലേ?